മഴയ്ക്ക് താൽക്കാലിക ശമനമായതോടെ കക്കോടിയിൽ വീടുകളിലേക്കും കടകളിലേക്കും കയറിയ വെള്ളം തിരിച്ചിറങ്ങി തുടങ്ങി. ചെളി വൃത്തിയാക്കി കടകൾ തുറക്കാനുള്ള ശ്രമത്തിലാണ് വ്യാപാരികൾ. പെട്ടെന്ന് ഇരച്ചെത്തിയ വെള്ളത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് പ്രദേശത്തുണ്ടായത്. മഴയൊക്കെ ഏതാണ്ട് ശമിച്ച് പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉള്ളത് കക്കോടി പാലത്തിന് സമീപമാണ്. ഈ റോട്ടിൽ കഴിഞ്ഞ ദിവസം എൻ്റെ അരയ്ക്കൊപ്പം വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം നന്നായി ഇറങ്ങിപ്പോയിട്ടുണ്ട്. കുറച്ച് മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ സമീപത്തെ ഒരുപാട് വീടുകളുടെ ഉള്ളിലേക്ക് പോലും വലിയ രീതിയിൽ വെള്ളം കയറിയിരുന്നു. ഈ കടകളിലേക്ക് ഉൾപ്പെടെ വെള്ളം കയറി. ഇപ്പോൾ ആളുകളൊക്കെ തിരിച്ച് വീടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കടയുടെ ഉടമ ഒപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, കുറേ വെള്ളം ഉണ്ടായിരുന്നു കടയിൽ? അരക്കി വെള്ളം ഉണ്ടായിരുന്നു. സാധനങ്ങൾ കുറെ കയറ്റി വെച്ചോണ്ട് കഴിച്ചിലേക്ക് കിട്ടി. വൃത്തിയാക്കി എടുത്തിട്ടുണ്ടല്ലേ? കംപ്ലീറ്റ് വൃത്തിയാക്കിയതാണ്. പക്ഷെ കറണ്ടും ഇല്ല. കറണ്ട് ഉണ്ടെങ്കിൽ പിന്നെ രാത്രി തന്നെങ്കിലും വൃത്തിയാക്കാം. തീരെ കറണ്ടുകളൊന്നും ഇല്ലല്ലോ. ഇപ്പം കറണ്ട് വന്നു. കറണ്ട് 6:30 വന്നു. വീടിനുള്ളിലേക്കും കയറിയോ? വീടിനുള്ളിൽ സ്കേറ്റിങ്ങിന്. ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നാശനഷ്ടങ്ങൾ കുറെയൊക്കെ ഉണ്ട്. ഏതാണ്ട് എത്ര രൂപയുടെ സാധനങ്ങൾ പോയിണ്ടാവും? ഒരു 10-20,000 സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോ ഇന്ന് കട തുറക്കാൻ പറ്റുമോ? ഇല്ല, അതിന് ഉണങ്ങാതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ നശിച്ച സാധനങ്ങൾ അതിന് നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയുണ്ടോ? പ്രശ്നമില്ല. കച്ചവടം ഇതിന്റെ മുന്നേ ഇതുപോലെ തന്നെ കടകൾക്കൊന്നും കിട്ടിയില്ല. വീടുകൾക്ക് ഒരു 15,000 ഉറുപ്പിക കിട്ടിയിട്ട് എന്താ ചെയ്യാനാണ്? ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ വലിയ ചെളിയാണ് ഈ വീടുകളുടെയും കടകളുടെയും ഒക്കെ ഉള്ളിലുള്ളത്. അത് ഉടമകളൊക്കെ അതുപോലെ തന്നെ വീട്ടുകാരും ഇവിടേക്ക് എത്തി വൃത്തിയാക്കുന്നതാണ് കാണുന്നത്. കക്കോടി പാലത്തിന് സമീപം തന്നെ ഒരു ബാർബർ ഷോപ്പാണ് ഈ കാണുന്നത്. ചേട്ടൻ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, മൊത്തം ഉള്ളിലേക്ക് വെള്ളം കയറിയോ? വെള്ളം കയറി. ഓ, ഇത് അത്യാവശ്യം അത് ആ ഇറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഇറ്റിൽ തന്നെ ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഉപകരണങ്ങൾ നശിച്ചിട്ടില്ല? ഒന്നും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം എടുത്തു വെച്ചതുകൊണ്ട് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. നല്ലോണം ചെളി ഉണ്ടായിരുന്നുണ്ടോ? അതൊക്കെ ഇനി വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ നാളെ തുറക്കാൻ കഴിയുള്ളൂ. ഉണങ്ങണം. വലിയ ടെൻഷൻ ഉണ്ടായിരുന്നുണ്ടാവുമല്ലോ? ടെൻഷൻ എന്തായാലും 3-4 ദിവസം ജോലിയില്ലാണ്ട് നിൽക്കല്ലേ. അപ്പൊ അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവുമല്ലോ. മാത്രമല്ല, പുറത്ത് വീട്ടിലായിരുന്നെങ്കിൽ പോലും ഇതിൽ കടയ്ക്ക് ഉണ്ടാവുമെന്നുള്ളൊരു അതൊരു ആകാശം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അതാണല്ലോ അതിന്റെ ആ ഒരു ഇതുള്ളത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ, ഒരു സാഹചര്യം എന്ന് പറയുന്നത്. മഴ ഏതാണ്ട് ശമിച്ചിട്ടുണ്ട്. പല ആളുകളും ഇതുപോലെ കടകളിലേക്കും വീടുകളിലും ഒക്കെ തിരികെ വന്ന് ഇതൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണുള്ളത്. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.